അല്ലാഹുവേ, സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ്. അല്ലാഹുവേ, അറിവില്ലാത്തവരാണ്. റബ്ബേ, നിങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ റബ്ബേ. അല്ലാഹുവേ, നീ സ്വീകരിക്കുന്ന അമലുകളായി ഞങ്ങളെ ഈ അമലുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മദനീയം കുടുംബത്തിലെ ഒരുപാട് നല്ലവരായ ഉപ്പമാർ, ഉമ്മമാർ, എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ മദനീയത്തിൽ പങ്കെടുക്കുന്നവർ, അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവർ, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ ആരെല്ലാം ഉണ്ടോ നിങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്തിരുന്നവർ, അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ മുന്തിയ മിസ്ൽ സവാബ് അല്ലാഹുവേ, അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാഹ്. ഒരാളെ മുന്നിലും അല്ലാഹുവേ ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ ഐബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിലുള്ള രോഗങ്ങൾ അല്ലാഹുവേ നീ മായിച്ചു കളയണേ അല്ലാഹ്, നീ മായിച്ചു കളയണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, കരൾ സംബന്ധമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, ഹൈ പ്രഷർ തരല്ലേ അല്ലാഹ്, ഹൈ ഷുഗർ തരല്ലേ അല്ലാഹ്, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും നീ മായിച്ചു കളയണേ അല്ലാഹ്. വയറുവേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഊരവേദന കൊണ്ട് വേദനിക്കുന്നവരുണ്ട്, സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളുള്ളവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ഉസ്താദേ, ഈ വീട്ടിലെ ഒരു സഹോദരി അല്ലാഹ് മാസങ്ങളായി ഉറങ്ങിയിട്ട് എന്ന് അറിയിച്ചു. യാ റബ്ബ്, ഉറങ്ങാത്ത ഒരു ശരീരം, യാ റബ്ബ്, എന്തെല്ലാം രോഗങ്ങളാണ്, എന്തൊക്കെ സിഹറുകളാണ്, എന്തൊക്കെ ഐനുകളാണ്, എന്തൊക്കെ മുഫ്തിനീങ്ങളുടെ ഫിത്നകളാണ്, എന്തൊക്കെ ലാലിന്യങ്ങളുടെ ദുൽമകളാണ്, ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, ഷുഗർ. അല്ലാഹുവേ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. മാലിക്കുൽ മുൽക്കായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, കരുണാമയനായ അല്ലാഹ്, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ മദനീയം കുടുംബങ്ങൾ, അഹ്ലു ബൈത്തിന് വേണ്ടി സഹായിച്ചവർ, അക്കാദമിയെ സഹായിച്ചവർ, മർക്കസിനെ സഹായിച്ചവർ, വയനാടിലെ വിഷയത്തിൽ സഹായിച്ചവർ, അല്ലാഹുവേ, എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്, വേദനകൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്, വേദനകൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്, വേദനകൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വർഷത്തെ ഹജ്ജിൽ അറഫയിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ്. വഴികളെ നീ എളുപ്പമാക്കണേ അല്ലാഹ്, തുറന്നു തരണേ അല്ലാഹ്. തടസ്സങ്ങൾ നീക്കണേ അല്ലാഹ്, തടസ്സങ്ങൾ നീക്കണേ അല്ലാഹ്, തടസ്സങ്ങൾ നീക്കണേ അല്ലാഹ്, തടസ്സങ്ങൾ നീക്കണേ അല്ലാഹ്. എല്ലാ വഴികളും
അല്ലാഹുവേ ഞങ്ങൾ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുന്ന ലോകത്തെ എമ്പാടുമുള്ള മുഴുവൻ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട്, മദനിയം മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മദീനയുടെ ബറക്കത്ത് കൊണ്ട്, മക്കയുടെ ബറക്കത്ത് കൊണ്ട്, ഖദീജ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട്, സയ്യിദ് ശുഹദാഇന്റെ ബറക്കത്ത് കൊണ്ട്, റൗഫുൽ ആലം തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അഖ്താബുൽ അബിയാ അതേ നുജബാവുൽ തുബാവരുടെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ മടവൂർ ശൈഖുനാന്റെ കറാമത്ത് കൊണ്ട്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, അഹ്ലു ബൈത്തിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ ഇത്രയും കാലം ഞങ്ങൾ ഓതിയ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, ഹദ്ദാദ്, അസ്മാഉൽ ഹുസ്ന എല്ലാത്തിന്റെയും ബറക്കത്ത് കൊണ്ട് എന്ത് തടസ്സങ്ങളാണോ യാ റബ്ബ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ എല്ലാ വഴികളും തുറന്നു തന്ന്, അല്ലാഹുവേ ഈ വർഷം പ്രൈവറ്റായി ഹജ്ജിന് പോകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത ഉദ്ദേശിച്ചവർക്ക് നീ അതിന്റെ വഴികൾ എളുപ്പമാക്കണേ അല്ലാ, വഴികളെ എളുപ്പമാക്കണേ അല്ലാ, വഴികളെ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും നീ നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹുവേ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനേ, സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. നതവാസൽ ബിൽ ഹുബാബ